പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. തിളങ്ങുന്ന ക്രിസ്മസ് കഥ കേൾക്കൂ. ക്രിസ്മസ് ദിവസം അടുത്തെത്തുമ്പോൾ കാട്ടിലെ രാജാവ് വലിയൊരു ആഘോഷം നടത്താൻ തീരുമാനിച്ചു. ഈ വർഷം നമ്മുടെ കാട്ടിലും ക്രിസ്മസ് ആഘോഷിക്കാം, എല്ലായിടത്തും നക്ഷത്ര വിളക്കുകൾ കൊളുത്താം, സിംഹം പ്രഖ്യാപിച്ചു. ജംബുവാനയും കുട്ടൻ കുരങ്ങനും ചേർന്ന് വലിയ വലിയ നക്ഷത്രങ്ങൾ തയ്യാറാക്കി. കരടികളും കുരങ്ങുകളും ചേർന്ന് മരമുകളിൽ നക്ഷത്ര വിളക്കുകൾ കെട്ടി. പക്ഷികൾ നിറമുള്ള ഇലകളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച പുൽക്കൂടുകൾ തയ്യാറാക്കി. നക്ഷത്രങ്ങൾ പ്രഭതൂകും ക്രിസ്മസ് രാവിനെ വരവേൽക്കാൻ കാടും മേടും ഒരുങ്ങുമ്പോൾ കുഞ്ഞു പ്രാണികൾ അവിടെത്തി. ഞങ്ങൾ കൂടി കൂടട്ടെ ക്രിസ്മസ് ആഘോഷത്തിന്, തേനീച്ചകളും പൂമ്പാറ്റകളും മറ്റും ചോദിച്ചു. കാട്ടിലെ ക്രിസ്മസ് ഘോഷത്തിന് കൂട്ടരെ ഞങ്ങളും വന്നിടട്ടെ, വർണ്ണ നക്ഷത്രങ്ങൾ കൺതുറക്കും സുന്ദര രാത്രിയെ വരവേൽക്കുവാൻ. നിസ്സാരന്മാരായ ജീവികളായ നിങ്ങൾക്കെന്ത് ആഘോഷം? നിങ്ങൾക്ക് വിളക്ക് കൊളുത്താനോ പുൽക്കൂട് അലങ്കരിക്കാനോ കഴിയുമോ? ചിക്കുകുരങ്ങൻ ചോദിച്ചു. അത് കേട്ട് അവർ നിരാശരായി മടങ്ങി. ക്രിസ്മസ് രാത്രിയിൽ എല്ലാ നക്ഷത്ര വിളക്കുകളും ഒരുമിച്ച് തെളിയിച്ചിട്ടും ഒരു പൂർണ്ണത വന്നതായി അവർക്ക് തോന്നിയില്ല. അമ്മയാന അതിശയത്തോടെ ചോദിച്ചു, എന്തു പറ്റി? അലങ്കാരങ്ങൾക്കൊരു തെളിച്ചമില്ലല്ലോ. ശരിയാ, എവിടെയോ എന്തോ കുറവുണ്ട്, ചിപ്പുകുരങ്ങൻ പറഞ്ഞു. അങ്ങനെ അവർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അകലെ നിന്ന് മിന്നൽ പോലെ തിളങ്ങുന്ന വെളിച്ചം അടുത്തടുത്ത് വന്നു. അതാ മരങ്ങൾക്കിടയിലും കുറ്റിക്കാട്ടിലും പുല്ലിനിടയിലും നക്ഷത്രങ്ങൾ തെളിഞ്ഞ പോലെ മിന്നാമിന്നിക്കൂട്ടം. ഞങ്ങൾക്കും ഈ ക്രിസ്മസിൽ പങ്കാളികളാകണം, മിന്നാമിന്നിക്കൂട്ടത്തിൻ്റെ തലവൻ സന്തോഷത്തോടെ പറഞ്ഞു. അവ ഒട്ടുമിക്ക മൃഗങ്ങളുടെയും നക്ഷത്രങ്ങൾക്ക് മുകളിൽ പറന്നു ചുറ്റി. അവരുടെ പ്രകാശം എല്ലായിടത്തും പടർന്നു. അങ്ങനെ കാട് മുഴുവൻ സ്വർണ്ണത്തിളക്കത്തിൽ മിനുങ്ങി. പുല്ലും പുഴയും മരക്കൊമ്പുകളും ഇലകളും തെളിഞ്ഞു മിന്നിയ പ്രകാശത്തിൻ്റെ ക്രിസ്മസ് തിളക്കം കണ്ട് മൃഗങ്ങൾ കൈയടിച്ചു. ഇപ്പോൾ മാത്രമാണ് നമ്മുടെ ക്രിസ്മസ് യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നുള്ളൂ, അപ്പൂപ്പൻ കരടി പറഞ്ഞു. ജീവികൾ എത്ര ചെറുതായാലും ചെറിയ വെളിച്ചത്തിനും അതിൻ്റേതായ വിലയുണ്ടെന്ന് മനസ്സിലാക്കിയ കാട്ടുമൃഗങ്ങൾ ഓരോരുത്തരും മിന്നാമിനുങ്ങളുടെ വെളിച്ചം പോലെ തങ്ങളുടെ പ്രകാശം പകരുമ്പോഴാണ് ലോകം പൂർണ്ണമായി പ്രകാശിക്കുക എന്ന് തിരിച്ചറിഞ്ഞു.